എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യൻ നേവിയിൽ നിന്നും പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ഗ്രൂപ്പ് സി സിവിലിന്റെ നോട്ടിഫിക്കേഷൻ ആണ്. നേരത്തെ ഇതിന്റെ ഷോർട്ട് നോട്ടിഫിക്കേഷൻ വെച്ച് വീഡിയോ ചെയ്തിരുന്നു. ഇപ്പോൾ വന്നിരിക്കുന്നത് ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ ആണ്. സോ നമുക്ക് ഇതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം. 8 മുതൽ 14 മാർച്ച് 2025 എംപ്ലോയ്മെന്റ് ന്യൂസ് പേപ്പറിലാണ് നോട്ടിഫിക്കേഷൻ റിലീസ് ആയിരിക്കുന്നത്. സോ നമുക്ക് ആദ്യം ഇതിന്റെ വേക്കൻസി, ഏതൊക്കെ പോസ്റ്റ് ഉണ്ട്, അതിന്റെ സാലറി സ്കെയില്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, സെലക്ഷൻ പ്രോസസ് തുടങ്ങിയ കാര്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ സ്രാങ്ക് ലെസ്കാർ ആണ്. 57 വേക്കൻസി ഉണ്ട്. ലെവൽ 4 സാലറി സ്കെയിൽ 25,500 മുതൽ 81,100 വരെ ബേസ് സാലറി ലഭിക്കുന്നതാണ്. ഇത് കൂടാതെ മിനിസ്റ്റർ ഡിഫൻസിന്റെ അലവൻസും കാര്യങ്ങളും ലഭിക്കുന്നതാണ്. അടുത്ത ലെസ്കാർ 1 ആണ്. 192 വേക്കൻസി. ഫയർമാൻ 73 വേക്കൻസി. ടോപ്പാസ് 5 വേക്കൻസി. ലെവൽ 1 സാലറി സ്കെയിലാണ്. 16 മുതൽ 56,900 വരെ ബേസ് സാലറി ലഭിക്കുന്നതാണ്. ഇത് കൂടാതെ അലവൻസും കാര്യങ്ങളും ലഭിക്കുന്നതാണ്. ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് സ്രാങ്ക് ലെസ്കാറിലേക്ക് 10ാം ക്ലാസ് ആണ് അടിസ്ഥാന ക്വാളിഫിക്കേഷൻ. കൂടാതെ സ്രാങ്ക് സർട്ടിഫിക്കറ്റും 2 വർഷത്തെ എക്സ്പീരിയൻസും ചോദിക്കുന്നുണ്ട്. ലെസ്കാർ 1ലേക്ക് 10ാം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ, നോളജ് ഓഫ് സ്വിമ്മിങ്ങും 1 വർഷത്തെ എക്സ്പീരിയൻസുമാണ്. ഫയർമാനിലേക്ക് 10ാം ക്ലാസ് ക്വാളിഫിക്കേഷനും നോളജ് ഓഫ് സ്വിമ്മിങ്ങും സർട്ടിഫിക്കേഷനാണ് ചോദിക്കുന്നത്. ടോപ്പാസിലേക്ക് 10ാം ക്ലാസ് ക്വാളിഫിക്കേഷനും നോളജ് ഓഫ് സ്വിമ്മിങ്ങും ആണ്. 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ടോപ്പാസിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഏജ് ലിമിറ്റഡ് പറഞ്ഞിരിക്കുന്നത് 18 മുതൽ 25 വയസ്സ് വരെയാണ്. OBC കാൻഡിഡേറ്റ്സിന് 28 വയസ്സ് വരെയും SC/ST കാൻഡിഡേറ്റ്സിന് 30 വയസ്സ് വരെയും റിക്രൂട്ട്മെന്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇതിലേക്കുള്ള എക്സാമിനേഷൻ സിലബസ് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് 20 ക്വസ്റ്റ്യൻ ആണ്. ടോപ്പാസിലേക്ക് 40 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുന്നതാണ്. ജനറൽ ഇംഗ്ലീഷ് 20 ക്വസ്റ്റ്യൻ, ടോപ്പാസിലേക്ക് 40 ക്വസ്റ്റ്യൻ. ജനറൽ അവയർനെസ് 10 ക്വസ്റ്റ്യൻ ആണ്. ടോപ്പാസിലേക്ക് 20 ക്വസ്റ്റ്യനും. നോളജ് ഇൻ റെലവൻറ്റ് ഫീൽഡ് 50 ക്വസ്റ്റ്യൻ ഉണ്ട്. സ്രാങ്ക് ലെസ്കാർ 1 ഫയർമാനിലേക്ക്. ടോപ്പാസിലേക്ക് അതിലേക്ക് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുന്നതല്ല. അങ്ങനെ ടോട്ടൽ 100 ക്വസ്റ്റ്യൻ ആണ് ഉണ്ടായിരിക്കുന്നത്. സിലബസും കാര്യങ്ങളൊക്കെ നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ സൈറ്റിൽ റിലീസ് ആവുന്നതാണ്. സോ ഇതിന്റെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട്. 8 മുതൽ 14 മാർച്ചിന് എംപ്ലോയ്മെന്റ് ന്യൂസിലാണ് റിലീസ് ആയിരിക്കുന്നത്. 12 മാർച്ച് മുതൽ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആകുന്നതാണ്. സോ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആകുമ്പോൾ ഒരു വീഡിയോ കൂടി ചെയ്യുന്നതാണ്, എങ്ങനെ അപേക്ഷിക്കാൻ തുടങ്ങിയ കാര്യങ്ങൾ വെച്ച്. സോ ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ മറക്കരുത്. അതിൽ സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യാം. ആർമി, നേവി, എയർഫോഴ്സ്, കേരള PSC, സെൻട്രൽ ഗവൺമെന്റ് ജോബ് നോട്ടിഫിക്കേഷൻസ് ഉടൻ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വീഡിയോ. വന്ദേ മാതരം.